2 ദിനവൃത്താന്തം അധ്യായം 18. യഹോഷാഫാത്തിന് സമ്പത്തും പ്രശസ്തിയും വർദ്ധിച്ചു. അവൻ ആഹാബ് കുടുംബവുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം യഹോഷാഫാത്ത് സമറിയായിൽ ആഹാബിനെ സന്ദർശിച്ചു. ആഹാബ് അനേകം ആടുകളെയും കാളകളെയും കൊന്ന് അവനെയും കൂടെയുള്ളവരെയും സൽക്കരിച്ചു. അങ്ങനെ റാമോത്ത് ഗിലെയാദിനെതിരെ യുദ്ധം ചെയ്യുവാൻ തന്നോട് ചേരുന്നതിന് ആഹാബ് അവനെ പ്രേരിപ്പിച്ചു. ഇസ്രായേൽ രാജാവായ ആഹാബ് യൂദാ രാജാവായ യഹോഷാഫാത്തിനോട് ചോദിച്ചു, റാമോത്ത് ഗിലെയാദിലേക്ക് നീ എന്നോടുകൂടി വരുമോ? യഹോഷാഫാത്ത് മറുപടി പറഞ്ഞു, നീ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാർ. എൻ്റെ സൈന്യം നിന്റെ സൈന്യത്തെ പോലെ തന്നെ. ഞങ്ങൾ നിങ്ങളോടൊത്ത് യുദ്ധത്തിന് പോരാം. അവൻ തുടർന്നു, ആദ്യം കർത്താവിൻ്റെ ഹിതമാരായാം. അപ്പോൾ ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി. അവർ 400 പേരുണ്ടായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, റാമോത്ത് ഗിലെയാദിനോട് യുദ്ധം ചെയ്യാൻ ഞാൻ പോകണമോ വേണ്ടയോ? അവർ പറഞ്ഞു, പോവുക, ദൈവം അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പോൾ യഹോഷാഫാത്ത് ചോദിച്ചു, കർത്താവിൻ്റെ ഇംഗിതമാരായാൻ അവിടുത്തെ പ്രവാചകനായി മറ്റാരും ഇവിടെയില്ലേ? ഇസ്രായേൽ രാജാവ് പറഞ്ഞു, കർത്താവിൻ്റെ ഹിതമാരായാൻ ഒരാൾ കൂടിയുണ്ട്, ഇമ്ലായുടെ മകൻ മിഖായ. എന്നാൽ എനിക്ക് അവനോട് വെറുപ്പാണ്. അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മയൊരിക്കലും പ്രവചിക്കുകയില്ല. യഹോഷാഫാത്ത് പറഞ്ഞു, രാജാവ് അങ്ങനെ പറയരുതേ. ആഹാബ് ഒരു ഭൃത്തിനെ വിളിച്ച് ഇമ്ലായുടെ മകൻ മിഖായയെ വേഗം കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ഇസ്രായേൽ രാജാവും യൂദാ രാജാവായ യഹോഷാഫാത്തും രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സമറിയായുടെ കവാടത്തിനടുത്തുള്ള മെതിക്കളത്തിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടരായി. പ്രവാചകന്മാർ അവരുടെ മുമ്പിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു. അവരിലൊരാൾ, കെനാനയുടെ മകൻ സെദക്കിയ, ഇരുമ്പുകൊണ്ടുള്ള കൊമ്പുകൾ വെച്ച് ആഹാബിനോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഇതുകൊണ്ട് സിറിയക്കാരെ കുത്തി നശിപ്പിക്കും. എല്ലാ പ്രവാചകന്മാരും അത് ശരിവെച്ച് പറഞ്ഞു, റാമോത്ത് ഗിലെയാദിനെതിരെ നീങ്ങുക, കർത്താവ് അത് രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും. മിഖായയെ വിളിക്കാൻ ചെന്ന രാജസേവകൻ അവനോട് പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരും ഏകസ്വരത്തിൽ രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു. അങ്ങും അവരെപ്പോലെ അനുകൂലമായി പ്രവചിക്കുക. മിഖായ പറഞ്ഞു, കർത്താവാണേ, എൻ്റെ ദൈവം അരുളി ചെയ്യുന്നതെന്തോ അത് ഞാൻ പറയും. അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, മിഖായ, ഞങ്ങൾ റാമോത്ത് ഗിലെയാദിനെതിരെ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ? മിഖായ പറഞ്ഞു, പോയി വിജയം വരിക്കുക. കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. രാജാവ് പറഞ്ഞു, കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം? അപ്പോൾ മിഖായ പറഞ്ഞു, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു. ഇവർക്ക് നാഥനില്ല. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ഇവർ സ്വഭവനത്തിലേക്ക് സമാധാനത്തോടെ മടങ്ങട്ടെ. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഇവൻ എനിക്ക് തിന്മയല്ലാതെ ഒരിക്കലും നന്മ പ്രവചിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? മിഖായ പറഞ്ഞു, കർത്താവിൻ്റെ വചനം ശ്രവിക്കുക. കർത്താവ് തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ ഇടത്തും വലത്തും നിന്നിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, ഇസ്രായേൽ രാജാവായ ആഹാബ് റാമോത്ത് ഗിലെയാദിൽ പോയി വധിക്കപ്പെടാൻ തക്കവണ്ണം ആര് അവനെ വശീകരിക്കും? ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി നൽകി. ഒരാത്മാവ് മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞാൻ വശീകരിക്കാം. കർത്താവ് ചോദിച്ചു, എങ്ങനെ? അവൻ പറഞ്ഞു, ഞാൻ പോയി അവൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരങ്ങളിൽ നുണയുടെ ആത്മാവായി ഇരിക്കും. അവിടുന്ന് അരുളി ചെയ്തു, പോയി അവനെ വശീകരിക്കുക, നീ വിജയിക്കും. ഇതാ നിന്റെ ഈ പ്രവാചകന്മാരുടെ അധരങ്ങളിൽ കർത്താവ് വ്യാജത്തിൻ്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു.
നിനക്ക് അനർത്ഥം വരുത്തുമെന്ന് കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്നു. അപ്പോൾ കെനാനായുടെ മകൻ സെദേക്കിയ അടുത്തുചെന്ന് മിക്കായായുടെ ചെകിട്ട തടിച്ചുകൊണ്ട് ചോദിച്ചു, നിന്നോട് സംസാരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് എന്നെ വിട്ട് ഏതു വഴിക്കാണ് നിന്റെ അടുത്തെത്തിയത്? അതിന് മിക്കായ പറഞ്ഞു, ഒളിക്കാൻ ഉള്ളറയിൽ കിടക്കുന്ന ദിവസം നീ അതറിയും. ഇസ്രായേൽ രാജാവ് കൽപ്പിച്ചു, മിക്കായയെ പിടിച്ച് നഗരാധിപനായ ആമോന്റെയും രാജകുമാരനായ യോവാഷിൻ്റെയും മുമ്പിൽ കൊണ്ടുവന്ന് പറയുക, ഞാൻ സമാധാനത്തിൽ തിരിച്ചെത്തുന്നതുവരെ അല്പം മാത്രം അപ്പവും വെള്ളവും കൊടുത്ത് ഇവനെ കാരാഗ്രഹത്തിൽ സൂക്ഷിക്കുക എന്ന് രാജാവ് ആജ്ഞാപിക്കുന്നു. മിക്കായ പറഞ്ഞു, നീ സമാധാനത്തിൽ മടങ്ങിയെത്തുമെങ്കിൽ കർത്താവല്ല എന്നിലൂടെ സംസാരിച്ചത്, ഇത് ജനം മുഴുവൻ കേൾക്കട്ടെ. ഇസ്രായേൽ രാജാവും യൂദാ രാജാവായ യഹോഷാഫാത്തും റാമോത്ത് ഗിലെയാദിലേക്ക് പുറപ്പെട്ടു. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഞാൻ വേഷപ്രച്ഛന്നനായി യുദ്ധക്കളത്തിലേക്ക് പോകാം, നീ രാജകീയ വസ്ത്രം ധരിച്ചുകൊള്ളൂ. അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി അവർ യുദ്ധത്തിന് പോയി. ഇസ്രായേൽ രാജാവിനോടല്ലാതെ വലിയവനോ ചെറിയവനോ ആയ ആരോടും പടപൊരുതരുത് എന്ന് സിറിയ രാജാവ് തൻ്റെ രഥനായകന്മാരോട് കൽപ്പിച്ചിരുന്നു. യഹോഷാഫാത്തിനെ കണ്ടപ്പോൾ, ഇതാ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവർ അവനെ ആക്രമിച്ചു. അപ്പോൾ യഹോഷാഫാത്ത് നിലവിളിച്ചു. കർത്താവ് അവനെ സഹായിച്ചു. അവരിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചു. അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ രഥനായകന്മാർ അവനെതിരായുള്ള ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്നാൽ എതിർച്ചയാ ഒരു ഭടനെയ്ത അമ്പ് ഇസ്രായേൽ രാജാവിൻ്റെ മാർച്ചട്ടയ്ക്കും കവചത്തിനും ഇടയിൽ തുളച്ചു കയറി. അവൻ സാരഥിയോട് പറഞ്ഞു, രഥം തിരിച്ച് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോവുക, എനിക്ക് മുറിവേറ്റിരിക്കുന്നു. അന്ന് ഘോര യുദ്ധം നടന്നു. സന്ധ്യ വരെ ഇസ്രായേൽ രാജാവ് സിറിയക്കാർക്ക് അഭിമുഖമായി രഥത്തിൽ ചാരി നിന്നു. സൂര്യാസ്തമയത്തോടെ അവൻ മരിച്ചു. Chapter 18. Jehoshaphat therefore had wealth and glory in abundance, but he became related to Ahab by marriage. After some years he went down to Ahab at Samaria. Ahab offered numerous sheep and oxen for him and the people with him, and persuaded him to go up against Ramoth-Gilead. Ahab, king of Israel, asked Jehoshaphat, king of Judah, "Will you come with me to Ramoth-Gilead? You and I are as one," was his answer. "Your people and my people as well. We will be with you in the battle." But Jehoshaphat also said to the king of Israel, "Seek the word of the Lord at once." The king of Israel gathered his prophets, 400 in number, and asked them, "Shall we go to attack Ramoth-Gilead, or shall I refrain?" "Go up," they answered. "God will deliver it over to the king." But Jehoshaphat said, "Is there no other prophet of the Lord here whom we may consult?" The king of Israel answered Jehoshaphat, "There is still another through whom we may consult the Lord, but I hate him, for he prophesies not good, but always evil about me. That is Micaiah son of Imlah." Jehoshaphat said, "Let not your majesty speak of evil against you." So the king of Israel called an official, to whom he said, "Get Micaiah son of Imlah at once." The king of Israel and King Jehoshaphat of Judah were seated each on his throne, clothed in their robes of state, on a threshing floor at the entrance of the gate of Samaria, and all the prophets were prophesying before them. Zedekiah son of Kenaanah made iron horns for himself, and said, "The Lord says, with these you shall gore Aram until you have destroyed them." The other prophets prophesied in the same vein, saying, "Go up to Ramoth-Gilead. You shall succeed. The Lord will deliver it over to the king." The messenger who had gone to call Micaiah said to him, "Look now, the prophets unanimously predict good for the king. Let your word, like each of theirs, predict good." "As the Lord lives," Micaiah answered, "I will say what my God tells me." When he came to the king said to him, "Micaiah,
Shall we go to fight against Ramoth-Gilead, or shall I refrain? Go up, he answered, and succeed. They will be delivered into your power. But the king said to him, How many times must I adjure you to tell me nothing but the truth in the name of the Lord? Then Micaiah answered, I see all Israel scattered on the mountains, like sheep without a shepherd, and the Lord saying, These have no master. Let each of them go back home in peace. The king of Israel said to Jehoshaphat, Did I not tell you that he prophesies no good about me, but only evil? But Micaiah continued, Therefore hear the word of the Lord. I saw the Lord seated on his throne, with the whole host of heaven standing by to his right and to his left. The Lord asked, Who will deceive Ahab king of Israel, so that he will go up and fall at Ramoth-Gilead? And one said this, another that, until a spirit came forward and presented himself to the Lord, saying, I will deceive him. The Lord asked, How? He answered, I will go forth and become a lying spirit in the mouths of all his prophets. The Lord agreed, You shall succeed in deceiving him. Go forth and do this. So now the Lord has put a lying spirit in the mouths of these your prophets, but the Lord himself has decreed evil against you. Thereupon Zedekiah son of Kenaanah came up and slapped Micaiah on the cheek, saying, Which way did the Spirit of the Lord go when he left me to speak to you? You shall find out, Micaiah replied, on that day when you enter an innermost chamber to hide. The king of Israel then said, Seize Micaiah, and take him back to Ammon, prefect of the city, and to Joash the king's son, and say, This is the king's order. Put this man in prison, and feed him scanty rations of bread and water until I return in safety. But Micaiah said, If ever you return in safety, the Lord has not spoken through me. And he said, Hear, O peoples, all of you. The king of Israel and King Jehoshaphat of Judah went up to Ramoth-Gilead, and the king of Israel said to Jehoshaphat, I will go into battle disguised, but you put on your own clothes. So the king of Israel disguised himself, and they entered the fray. Meanwhile the king of Aram had given his chariot commanders the order, Fight with no one, small or great, except the king of Israel. When the commanders saw Jehoshaphat, they exclaimed, That must be the king of Israel, and shifted to fight him. But Jehoshaphat cried out, and the Lord helped him. God induced them to leave him. The chariot commanders became aware that he was not the king of Israel, and gave up their pursuit of him. Someone, however, drew his bow at random and hit the king of Israel between the joints of his breastplate. He ordered his charioteer, Rein about and take me out of the ranks, for I am disabled. The battle grew fierce during the day, and the king of Israel braced himself up on his chariot facing the Arameans until evening. He died as the sun was setting.